യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കഴിഞ്ഞ ആഴ്ച 3-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ അവിടെ എല്ലാം പിന്നെയും ഭാര്യ ഭർത്താവ് ബന്ധം, അപ്പൻ മക്കൾ ബന്ധം, യജമാനൻ ദാസൻ ബന്ധം, അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നിങ്ങൾ എന്ത് ചെയ്താലും 23-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഹോൾ ഹാർട്ടഡ്ലി, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഹൃദയം അതിൽ വെച്ച് ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഹാർട്ടഡ്ലി എന്ന് എഴുതിയിരിക്കുന്നത്, മനസ്സോടുകൂടി. മനസ്സോടുകൂടി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഇംഗ്ലീഷിൽ ആ ഹാർട്ട് എന്ന് തന്നെയുള്ള പദമാണ്. ഹൃദയം അതിൽ വെച്ച്, ഹൃദയം അതിൽ ഏകാഗ്രതപ്പെട്ട് വേണം എന്ത് ചെയ്യാൻ, ചെയ്യുവാൻ. എന്ത് ചെയ്താലും ദൈവനാമൗത്തത്ര, എന്ത് ചെയ്താലും തിന്നുവോ കുടിക്കുകയോ ചെയ്താൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ അവർ റെഫറൻസസ് ഒക്കെ വായിച്ചില്ലേ? അപ്പോൾ തിന്നുവോ കുടിക്കുകയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അതിന് പോലും ദൈവനാമം മഹത്വപ്പെടണം. എന്ത് ചെയ്താൽ, ഓരോ യാത്രയും, ഓരോ തീരുമാനവും, ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ പ്രയത്നങ്ങൾ, അതെല്ലാം എന്ത് ചെയ്യണം? ദൈവനാമ മഹത്വത്തിനായി. കാരണം ഇതിനൊക്കെ പ്രതിഫലം തരുന്നത് ആരാ? ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലം മാത്രമല്ല, അവനവൻ വിതയ്ക്കുന്നത് അനുസരിച്ചാണ് കൊയ്യുന്നത്. അപ്പം പ്രതിഫലം എന്ന് വെച്ചാൽ ഞാൻ മനസ്സോടുകൂടി അല്ല ചെയ്യുന്നെങ്കിൽ ഒന്നും ദൈവത്തിൽ നിന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ നീതി എൻ്റെ മേലുണ്ടാകത്തില്ല. പിന്നെ ഞാൻ അയ്യോ ദൈവം എന്നെ സഹായിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ അടി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ദൈവവചനം എത്ര വ്യക്തമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി, ഹൃദയംഗമായിട്ട്, പൂർണ്ണ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു ഹോൾ ഹാർട്ടഡ്ലി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ആ ഭാഗം ഒന്ന് വായിച്ചാൽ സമയം ചുരുക്കോടെ എന്നെ പറഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. റെഫറൻസ് വേണം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. 2 ദിനവൃത്താന്തം അവിടെ ഒരു അമസ്യ രാജാവിനെയും ഹെസക്കിയ രാജാവിനെയും 2 രാജാക്കന്മാരെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടും ദൈവത്തിൻ്റെ അഭിഷക്തരാണ്. അതിലൊരു രാജാവിനെ പറ്റി എഴുതിയിരിക്കുന്ന താൻ ദൈവം പറഞ്ഞ പോലൊക്കെ ചെയ്തു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടുകൂടി അല്ലായിരുന്നു. അടുത്ത രാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവൻ ചെയ്തതെല്ലാം പൂർണ്ണ ഹൃദയത്തോടുകൂടി ചെയ്തു, അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ ചെയ്ത കാര്യത്തിൽ കൃതാത്മനായി. ഞാൻ പറഞ്ഞില്ലേ, അമസ്യ രാജാവും ഹെസക്കിയ രാജാവും രണ്ടും ദൈവത്തിൻ്റെ അഭിഷക്തരാ. 2 പേരും 29 വർഷം വീതം ഇസ്രായേലിനെ ഭരിച്ചു. 29 years. 2 പേരും ഒരുപോലെ. രണ്ടും 2 ദിനവൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നത്. അമസ്യ രാജാവും ഹെസക്കിയ രാജാവിൻ്റെ വ്യത്യാസം യഹോവ മാർക്കിട്ടപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഒരാൾ ചെയ്തു, പക്ഷേ മനസ്സോടുകൂടി അല്ലായിരുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടി അല്ലായിരുന്നു. ഞാൻ പറഞ്ഞ 2 രീതിയിൽ ചെയ്യാം. റെഫറൻസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തരാം. 2 രീതിയിൽ ചെയ്യാം. ഒന്ന് പൂർണ്ണ മനസ്സോടുകൂടിയും ചെയ്യാം. 2 പേരും ദൈവം പറഞ്ഞതനുസരിച്ച്. പക്ഷെ ദൈവം ഒന്നേ പ്രസാദിച്ചോളൂ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസാദമായി തീരണമെങ്കിൽ പേടിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ആർക്കാണ്ട് വേണ്ടി ചെയ്തിട്ടും കാര്യമില്ല. അയ്യോ ദൈവം പറഞ്ഞതല്ലേ അടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തിട്ടും കാര്യമില്ല. ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? പൂർണ്ണ മനസ്സോടുകൂടി. പൂർണ്ണ മനസ്സ് ദൈവിക കാര്യത്തിൽ വെക്കുമ്പോൾ പിന്നെ നമ്മുടെ വിഷയത്തിൽ പൂർണ്ണ മനസ്സ് വെക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. എനിക്ക് അതിലും പൂർണ്ണ മനസ്സാണ്, ഇതിലും പൂർണ്ണ മനസ്സാണ്. പറ്റുമോ ദൈവമക്കളെ? ഇത് നമ്മുടെ കക്ഷത്തിൽ ഇരിക്കുന്നത് പോകുവാൻ പാടില്ല. ഉത്തരത്തിലിരിക്കുന്ന 2 യജമാന്മാരെ സേവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനുവേണ്ടി ശ്രമിക്കല്ലേ. എൻ്റെ വിഷയത്തിന് എനിക്ക് പൂർണ്ണ മനസ്സെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം മനസ്സോടുകൂടി ചെയ്യുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഏതാ തീരുമാനം എടുക്കുന്നത്? ദൈവസന്നിധിയില്ല, പാസ്റ്ററിൻ്റെ മുമ്പിലാണ്, ദൈവത്തിന് വേണ്ടി അതൊന്നും പറയല്ലേ. ആ പറയുന്ന ഉത്തരവും എങ്ങനെ ആയിരിക്കണം? പൂർണ്ണ മനസ്സോടുകൂടി ഹൃദയത്തിൽ നിന്നായിരിക്കണം. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അല്ല എന്തുവാ കൊലോസ്യ ലേഖനം തീരുവാ, അവസാനത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. അടുത്ത തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ കടന്ന് അടിച്ചുവിട്ട് പോവുക. വെളിപ്പാട് പുസ്തകമാകുമ്പോൾ നമ്മൾ പിന്നെയും എന്ത് ചെയ്യും? ഈ തിരുവചനമല്ലേ ഉള്ളൂ പഠിക്കാൻ. വേറെ നമ്മൾ അപ്പോക്രിഫ ഒന്ന് റെഫർ ചെയ്യാൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഈ വചനമേ ഉള്ളൂ. സ്തോത്രം. ഈ 66 പുസ്തകം നമ്മൾ തിരിച്ചു പിന്നെ പ്രവചന ഭാഗങ്ങൾ പഠിക്കും, നമ്മൾ വീണ്ടും സുവിശേഷങ്ങൾ പഠിക്കും. ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാം. എൻ്റെ കാര്യങ്ങൾ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുമോ? യഹോവയായ ദൈവത്തിൻ്റെ കാര്യം ഞാൻ പൂർണ്ണ മനസ്സോട് ചെയ്യുമോ? ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, പറ. ആരുടെ കാര്യമാണ്? പറ. ദൈവസന്നിധിയിൽ
പ്രൈസ് ലോർഡ്. അത് നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഇന്നൊന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്, ദൈവ സാന്നിധ്യത്തിലാണ്. എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. തീരുമാനം തെറ്റിക്കല്ല. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പരിശുദ്ധാത്മാ പ്രേരിപ്പിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി. പാസ് പറഞ്ഞുകൊണ്ടൊന്നും ആരും പറയണ്ട. പക്ഷെ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സ്വിച്ചസ് അറിയാമല്ലോ. നമ്മളൊക്കെ ഇന്നലെ ഞാൻ കുറേ ഒരു ആംപ്ലിഫയർ ബോർഡിൽ ഒരു കുഞ്ഞു ബോർഡ് വെച്ച് ഞാൻ തന്നെ ഒരു ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കി സോൾഡറിങ് ഒക്കെ ആയിരുന്നു. ഈ സ്വിച്ചസ് നമ്മൾ ഫിറ്റ് ചെയ്യും. സ്വിച്ചസ് എങ്ങനെയാണ്? ഒന്നീ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ സാധനത്തിന് കണക്ടിവിറ്റി കൊടുക്കും, അങ്ങോട്ട് വരുമ്പോൾ അതിന് കണക്ടിവിറ്റി. രണ്ട് മോട്ടറായിരിക്കും അല്ലെങ്കിൽ വേറൊരു കാര്യമായിരിക്കും അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഈ രണ്ടിനോട് കണക്ടിവിറ്റി കൊടുക്കുന്ന സ്വിച്ച് ഞാനും ഇതുവരെ ഇലക്ട്രോണിക്സിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ട് വെച്ചാൽ FM കിട്ടും, ഇങ്ങോട്ട് വെച്ചാൽ മീഡിയം വേവ് കിട്ടും. അങ്ങനെയൊക്കെയല്ലേ റേഡിയോ വർക്ക് ചെയ്യുന്നത്. ഏതാണെങ്കിലും ഏതൊരു അപ്ലയൻസ് ആണെങ്കിലും ഒന്നിൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണ മനസ്സ് വെക്കണം, അല്ലേ നമുക്ക് വേണ്ടി പൂർണ്ണ മനസ്സ് വെച്ചോ, അങ്ങനെയൊക്കെ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. കർത്താവിനും വിഷയമൊന്നുമല്ല. കർത്താവിന് വിഷമമുണ്ട്. കാര്യം ജീവൻ കൊടുത്തതും വില കൊടുത്തതും ആരാ? കർത്താവാ. സ്തോത്രം. ആ വിഷമം ഒന്ന് മനസ്സിലാകുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത് 3-ാമത്തെ അധ്യായത്തോട് ചേർന്ന് വരേണ്ടതായിരുന്നു. വായിച്ചേ. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കും. ഇവിടെ യജമാനന്മാരും ദാസരെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ട്രാൻസ്ലേറ്റിംഗ് ടീമാണ് പിന്നീട് അത് അധ്യായങ്ങളായിട്ടും വേഴ്സസ് ആയിട്ടും കൺവേർട്ട് ചെയ്ത്. അന്ന് അവർ ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് ഒന്നിച്ചിങ്ങ് എഴുതി പോവായിരുന്നു. അപ്പോൾ ഈ വാക്യം ശരിക്കും മേളിൽ വരേണ്ടതാണ്. പക്ഷേ അതിനകത്ത് ഒരു ആത്മീയ അർത്ഥം കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ചിന്തിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് യജമാനൻ ചിന്തിക്കണം, ഞാൻ ദാസനോട് അല്ലെ കൂടുള്ളവരോട് മറ്റുള്ളവരോട് ഞാൻ ചെയ്യുമ്പോൾ എല്ലാം നീതിയായിട്ട് ചെയ്താൽ മാത്രമേ വലിയ യജമാനൻ്റെ നീതി എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ എന്ന് നിങ്ങൾ മറന്നു പോകല്ലേ എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന യജമാനൻ ഓർത്തോണം, നിൻ്റെ മേളിലും ഒരു യജമാനനുണ്ട് എന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരുമായി. ഇവിടെ എല്ലാം നമ്മൾ റിലേഷൻഷിപ്സ് ആണല്ലോ കണ്ടത്. ഈ ഭാര്യ, ഭർത്താവ്, അപ്പൻ, മക്കൾ, ഇതിനൊക്കെ നമ്മൾ ഇത്രയും പ്രാധാന്യത കൊടുക്കുവാൻ കാരണം, അല്ലെങ്കിൽ കർത്താവ് പ്രാധാന്യത കൊടുക്കുവാൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ആത്മീയ വിഷയങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സ്നേഹം, നിങ്ങൾ സകല ഐശ്വര്യത്തോടുകൂടിയും വാഴട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇതെത്ര ഈ ബന്ധങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓർപ്പിച്ചില്ലേ, അനേകർ മറ്റുള്ളവരുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ വിഷയം മാത്രം ചെയ്തുകൊണ്ടിരിക്കുവാൻ ഈ ദിവസങ്ങൾ ഒത്തിരി നമ്മളൊന്ന് ഇറങ്ങി മറ്റുള്ളവരോട് പരിചയപ്പെടണം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമേ അവരുടെ ഹൃദയം ഇങ്ങോട്ട് തുറക്കത്തുള്ളൂ. ആ സ്നേഹബന്ധത്തിൽ തന്നെ സംസാരിക്കണം. പാസ് പറഞ്ഞില്ല സംസാരിക്കണം. അതുകൊണ്ട് എങ്ങനെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനൊന്നും പറഞ്ഞാലല്ല, അവരുടെ ഹൃദയം തുറക്കുവാൻ. ഇതൊരു പരിജ്ഞാനമാണ്. നമുക്ക് എന്തോ ആവശ്യം? അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ പുറത്തു വരണം. അവരുടെ ഉള്ളിലുള്ള സമാധാനക്കേട് അവർ തന്നെ അവരുടെ ദൈവത്തെ വിളിച്ച് എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊക്കെ പാട്ട് പാടുന്ന നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവർക്ക് മുഴുവനും കൺഫ്യൂഷനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് വ്യക്തമായ ഒരു ആലോചനയും നടത്തിപ്പും നമുക്കുള്ളത്. നമുക്കത് എന്ത് സന്തോഷമാണ്. ദൈവമക്കൾക്ക് പോലും പരിശുദ്ധാത്മാവ് കുറഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ഉണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് അവരുടെ കൺഫ്യൂഷൻ തീർക്കുവാനാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മറന്നു പോകല്ലേ. ദൈവം നമ്മളെ അതിനു വേണ്ടി സഹായിക്കട്ടെ. വീണ്ടും 2-ാമത്തെ വാക്യം. പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം. പിന്നെ സ്തോത്രത്തോടുകൂടി അതിൽ ജാഗരിക്കണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകാഗ്രത. പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം? നിന്നെ പ്രാർത്ഥിപ്പിക്കത്തില്ല, ഏകാഗ്രതയോട് നിന്നെ പ്രാർത്ഥിപ്പിക്കത്തില്ല. അവിടെ നീ എന്ത് ചെയ്യണം? ഒരു നല്ല പദമല്ലേ അവിടെ ഉപയോഗിക്കുന്നത്, ഉറ്റിരിക്കണം. നിർബന്ധിച്ച് നിന്നെ തന്നെ ഏകാഗ്രതയോടുകൂടി എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഉറ്റിരിപ്പീൻ, കോൺസെൻട്രേഷനോട്, ഫോഴ്സ് യുവർ സെൽഫ്, സിറ്റ് ഇൻ പ്രയർ. പ്രാർത്ഥനയിലിരിക്കണം. പിന്നെ ആ പ്രാർത്ഥന എന്തുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം? കർത്താവ് എനിക്ക് ചില കാര്യം തരുന്നില്ലല്ലോ, ആ കാര്യം ചെയ്യണേ. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ടിരുന്ന് നമ്മൾ അങ്ങോട്ട് പരാതിപ്പെട്ടി പോലെ അങ്ങോട്ട് തുറക്കും. അയ്യോ, ഞാൻ എത്ര ദിവസമായി കർത്താവെ, മറ്റുള്ളവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം വഴി തുറക്കണമേ. എന്തോ ഈ വഴി തുറക്കണമേ വഴി തുറന്ന് കിടക്കുക. കർത്താവ് വ്യക്തമായി പറഞ്ഞു ഏത് വഴി പോകണം. നമ്മുടെ ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടേ, അത് നടക്കാനാണ് നമ്മൾ ഈ വഴി തുറക്കണമേ.
ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. അത് കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഈ പാരമ്പര്യ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ആ ജഡിക പ്രാർത്ഥന അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വേണ്ടി. കാരണം എന്തുവാ? അവർ ഈ നന്മയും വഴി തുറക്കണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ പല സ്വാർത്ഥ പദ്ധതികൾ നടത്തിച്ചെടുക്കാൻ. അതിനല്ല ദൈവമക്കളെ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചത്. അതിനല്ല ദൈവം ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തത്. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ആ പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവൻ എന്ത് ചെയ്യണം? ബാലൻസ് വിത്ത് താങ്ക്സ് ഗിവിങ് എന്ന് എഴുതിയിരിക്കുന്നു. വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തിൽ ജാഗരിപ്പീൻ എന്ന് പറയുമ്പോൾ സ്തോത്രം വെറും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആ നന്ദി. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എല്ലാം മൂലഭാഷയിൽ താങ്ക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. നന്ദി കരയേറ്റുവാൻ. കർത്താവേ, അനേകർക്ക് ആഹാരമില്ലാത്തപ്പോഴും എന്നെ പട്ടിണി കിടത്താതെ ആഹാരം, ആവശ്യത്തിനുള്ള ആഹാരം തന്നതിനായ ദൈവത്തിന്, അനേകർ മുഷിഞ്ഞതും കീറിയ വസ്ത്രങ്ങളും ഒന്നും മാറ്റി ഉടുക്കാനില്ലാത്തപ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, ഈ കഴിഞ്ഞ ആഴ്ചയും കൗൺസിലിങ്ങിലൊക്കെ വന്ന ഒരു വ്യക്തി പല വിഷയങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ എന്തും വേണ്ടി പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, കുടുംബം കടത്തില്ല, പ്രശ്നം തീരാൻ വേണ്ടി പട്ടണത്തിലേക്ക് ഒരു ജോലിക്കായിട്ട് വന്നതാണ്. എപ്പോഴും നമ്മളുമായിട്ട് ബന്ധമൊക്കെയുള്ള ചില അച്ഛന്മാരുണ്ട്, ചില കന്യാസിമാരുണ്ട്. പ്രശ്നത്തിൽ കൂടെ അനേകർ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മേന്മ കൊണ്ടാണോ, നമ്മുടെ വിശുദ്ധി കൊണ്ടാണോ, നമ്മൾ ദൈവത്തിനു വേണ്ടി ചെയ്ത ദൈവവേല നിമിത്തമാണോ ദൈവമക്കളെ? അല്ലല്ലോ. ദൈവത്തിൻ്റെ കൃപയും നീതിയും വിശ്വസ്തതയും മാത്രമല്ലേ. നമ്മുടെ കാൽക്കുലേഷനൊന്നും തെറ്റാതെ, നമ്മുടെ കണക്കൂട്ടിലൊന്നും തെറ്റാതെ, ഒരു കണക്കൂട്ടിൽ ഒന്ന് തെറ്റിയാൽ എന്ത് സംഭവിക്കും? വീണു പോകും, ഇല്ലേ? നമ്മുടെ കണക്കൂട്ടിലൊന്നും തെറ്റാതെ ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ തന്ന് ദൈവം നടത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. രണ്ടാമത് ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? സ്തോത്രത്തോടുകൂടി ജാഗരിപ്പീൻ. സ്തോത്രം. ഈ ജാഗരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. നീ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ച് വേണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ബി വിജിലൻറ്റ്, അല്ലെങ്കിൽ സ്തോത്രത്തോടുകൂടി ജാഗരിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് എന്തുവാ പറയുന്നത്? ആ പ്രാർത്ഥന സ്തോത്രത്തോടെ ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് ജാഗരിക്കണം എന്ന് പറയുമ്പോൾ നീ എന്തുവാ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയില്ലേ, നീ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നിനക്കറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ നാവിൽ വാക്കുകൾ തരും, ഞരക്കങ്ങളായിട്ട് വാക്കുകളായിട്ട് തരും. അതുകൊണ്ട് ചുമ്മാതെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആർക്കാണ്ട് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, ഒരു പേരിന് വേണ്ടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പീൻ. അത് സ്തോത്രത്തോടുകൂടി. സ്തോത്രം വളരെ ശ്രദ്ധയോടുകൂടി വേണം. ആരോടാ നീ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ നിന്നെ വിളിച്ചത്? എവിടെയൊക്കെയാണ് നിനക്ക് കുറവുള്ളത്? നീ പ്രാർത്ഥിക്കേണ്ടത് എന്തായിരിക്കണം? കർത്താവേ, എൻ്റെ കുറവുകളെ നികത്തി വിശുദ്ധിയിൽ വളരുവാൻ, കർത്താവിനോടുള്ള ആ താല്പര്യം നമ്മൾ ഇന്ന് പാടിയില്ലേ, കർത്താവിനോടുള്ള ആ സ്നേഹം, 10,000-ങ്ങളിൽ അതിസുന്ദരൻ, കർത്താവിൻ്റെ മനോഹരിത വർണ്ണിക്കുവാൻ, കർത്താവിനെ പറ്റിയുള്ള മഹത്വം ഒന്ന് രുചിച്ചറിഞ്ഞാൽ, ആ തേജസ് കണ്ടാൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവരോട് പറയുവാനല്ല. പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ അപ്പുറത്ത് പോയി ഏറ്റു പറയാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ടെങ്കിൽ, അനുഭവം മധുരമാണെങ്കിൽ, കർത്താവുമായിട്ടുള്ള അനുഭവം, ആ എക്സ്പീരിയൻസ് അത് വണ്ടർഫുൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മനോഹരത മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ രുചിച്ചറിഞ്ഞ കർത്താവ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ കർത്താവ് എനിക്ക് ശരിക്കും നല്ലവനായിരുന്നു എന്ന് പറയണമെങ്കിൽ, അത് ഇമോഷണലായിട്ട് പറയണമെങ്കിൽ, ഇല്ലേ, അനുഭവം ഉള്ളിൽ വേണം. ആത്മാവിൽ പറയുവാൻ സഹായിക്കട്ടെ. കൊലോസ്യ സഭയിൽ അവസാനത്തെ അധ്യായത്തിൽ അവരോട് പറഞ്ഞ് ഈ ബന്ധങ്ങളെയൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വീണ്ടും 3-ാമത്തെ വാക്യം. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രത്തിൽ കവിയണം, പ്രാർത്ഥനയിൽ ജാഗരിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒത്തിരി വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്ത് അവിടെ ഇരുത്തം പ്രാർത്ഥിക്കാൻ. ഉറ്റിരിപ്പീൻ. പിന്നെ ഏറ്റവും പ്രധാനമുള്ള വിഷയമാണ്, നിങ്ങൾ പല വിഷയങ്ങൾ പരിശുദ്ധാത്മാ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? താൻ എന്തുവാ ചെയ്യുന്നത്? ശുശ്രൂഷ. ഒത്തിരി സംസ്ഥാനങ്ങളിൽ, രാജ്യം, പല പ്രശ്നമുള്ള, ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത, അവിടെ ഒന്നും ഒറ്റയ്ക്ക് പറ്റത്തില്ല തനിക്കൊന്നും ചെയ്യുവാൻ. ഒരു പ്രാർത്ഥനയുടെ പിൻബലം വേണം. ഇവിടും സഭ ഓരോ ആഴ്ചയും നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ചു എന്ന് വ്യക്തിപരമായിട്ട്
നല്ലപോലെ അറിയാം. ദൈവദാസന് നല്ലപോലെ അറിയാം. ഈ ആഴ്ച നല്ലപോലെ പ്രാർത്ഥന കുറവായിരുന്നു എന്ന് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ സോഫിയോട് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അത് നല്ലപോലെ അറിയാം. സ്തോത്രം. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇറങ്ങിത്തിരിക്കുമ്പോഴും സഭയുടെ പ്രാർത്ഥന ദേശത്തെ വേലയെപ്പറ്റി കുറവായിരുന്നെങ്കിൽ ആ ആഴ്ച ആ ആരാധന അല്ലെങ്കിൽ നല്ല പോലെ ആ വിഷയം ആത്മാവിൽ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയോടാണ്? ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഒന്ന്, ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു വഴി തുറക്കുവാൻ, അല്ലേ? ഒരു വാതിൽ തുറക്കുവാൻ. പിന്നെ അടുത്തത് ഇപ്പം ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൽ ഇരുന്ന് എഴുതുന്ന ഒരു ലേഖനമാ. ഇവിടെ നിന്നൊന്ന് ഇറങ്ങിയാൽ തനിക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. എന്തോരൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന്, താൻ ഇവിടെ നിന്ന് ഇറങ്ങണം. താൻ കൂടുതൽ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഇറങ്ങണം. ഒന്ന്, ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വാതിൽ തുറക്കുവാൻ. എൻ്റെ മലയാളത്തിൽ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പുതിയ അവസരം കർത്താവ് എനിക്ക് തരണം. നിങ്ങൾ എത്ര പേര് അതിന് വേണ്ടി പ്രാർത്ഥിക്കണം? കർത്താവ് എനിക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ജോലിക്കായിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങൾ എന്തിനാണ് ഇറങ്ങുന്നത്? നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാ. എനിക്കറിയാം, സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നവർ ജോലി ചെയ്യുന്നവരാ. നല്ല കാര്യം, സ്തോത്രം. ആ ജോലി ചെയ്യാത്തവൻ എന്ത് ചെയ്യില്ല? ബൈബിൾ പറയുന്നത് ജോലി ചെയ്യാത്തവൻ ആഹാരം കഴിക്കല്ല, തിന്നുകയും ചെയ്യില്ല. പച്ചയ്ക്കാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരെ, എനിക്ക് അതിൻ്റെ അകത്ത് വളരെ സന്തോഷമുണ്ട്. ഇച്ചിരി കൂടുതൽ അധ്വാനിക്കുന്നവരാണ് ഇവിടെ സഭയിലുള്ളത്. സ്തോത്രം, നല്ല കാര്യം. പക്ഷേ ഇവിടെ എന്തും എഴുതിയിരിക്കേണ്ടത്? നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കണം, കർത്താവേ, ശുശ്രൂഷയ്ക്കായിട്ടുള്ളൊരു പുതിയ വഴി എനിക്ക് തുറക്കണേ. താനും അപ്പോസ്തലനും അതാ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ജയിലിലാണ് കിടക്കുന്നത്. കർത്താവേ, ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണം. രണ്ടാമത്, ശുശ്രൂഷയ്ക്കായിട്ട് ഉള്ള ഒരു പുതിയ വഴി. ഈ പുതിയ വഴി എന്ന് പറയുമ്പോൾ, ഒരു പുതിയ വാതിൽ തുറക്കണമേ എന്ന് പറയുമ്പോൾ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി. എനിക്കൊരു പുതിയ ഭവനത്തിൽ വിസിറ്റ് ചെയ്യുവാൻ, എനിക്കൊരു പ്രശ്നത്തിലിരിക്കുന്ന, ബന്ധനത്തിലിരിക്കുന്ന ഒരു പുതിയ വ്യക്തിയെ കാണുവാൻ, ഒരു പുതിയ ഭവനത്തിലേക്കോ സ്ഥലത്തേക്കോ കർത്താവ് എന്നെ അയക്കണമേ എന്നല്ല എൻ്റെ അർത്ഥം. ഒന്ന്, ഈ അയക്കുമ്പോൾ അവിടെ ചെന്ന് എന്തോ പറയേണ്ടത്? അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഒന്ന്, ശുശ്രൂഷയ്ക്കായിട്ടൊരു പുതിയ വഴി തുറക്കണമേ. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ അതിനെ വെളിപ്പെടുത്തണം. ഇല്ലേ? ആ ആത്മീയ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെട്ടു വരണം. അതിനു വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്തോത്രം. അത് മുഴുവൻ ഒന്ന് വായിച്ച ഒരു കാര്യം കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. യെസ്, അതിനുവേണ്ടിയാണ് ഞാൻ ചങ്ങലയിലായിരിക്കുന്നത്. എനിക്ക് ബന്ധന കാരണമായത്. ഇംഗ്ലീഷിൽ അത് വളരെ നന്നായിട്ടും ഡിവൈഡ് ചെയ്തും അതിൻ്റെ അവസാനത്തിലും എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അത് ആദ്യമേ അത് ട്രാൻസ്ലേഷനിൽ പലപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. ആക്റ്റീവ്, പാസീവ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയും. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ അങ്ങ് എഴുതിയിരിക്കുക, എനിക്ക് ബന്ധന കാരണം. എന്തോ എനിക്ക് ബന്ധനം ആക്കി വെച്ചിരിക്കുന്നത്? ഈ മർമ്മം ഒന്ന് വെളിപ്പെടാതിരിക്കുവാനും. ഞാനിപ്പോൾ എന്തിനാണ് ബന്ധനത്തിലായിരിക്കുന്നത്? ഈ മർമ്മം ഒന്ന് വെളിപ്പെടുവാനും. തനിക്ക് ഏകാഗ്രതയോടിരിക്കുന്ന സമയം ദൈവം നല്ല വെളിപ്പാടുകൾ കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഓടി നടന്നതാണ് ശുശ്രൂഷ. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഭവനം തോറും ഗ്രാമം തോറും താൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തന്നെ ഇവിടെ അല്പകാലം കർത്താവ് ജയിലിലാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഏകാഗ്രതയോടുകൂടി നല്ല വെളിപ്പാടുകൾ പ്രാപിക്കാൻ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ഞാനിവിടെ ജയിലിലായിരിക്കുന്നത് തന്നെ എന്തിനാണെന്നറിയാം? ഈ വെളിപ്പാടുകളൊന്ന് കിട്ടുവാൻ. നിങ്ങൾക്ക് മനസ്സിലായോ വാക്യത്തിൽ? എനിക്ക് ബന്ധന കാരണമായി തീർന്ന, മനസ്സിലായോ? എനിക്ക് ബന്ധന കാരണമായ മർമ്മം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന മിസ്റ്ററീസ് ഓഫ് ഗോഡ് ഫോർ വിച്ച് ഐ ആം ഇൻ ബോണ്ടേജ് എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ജയിലിലായിരിക്കുന്നത്. ആൾക്കാരും പലരും അയ്യോ താൻ ഒത്തിരിയൊക്കെ പ്രസംഗിച്ച് ഇപ്പം ജയിലിൽ കിടക്കുക. ഞാൻ എന്തിന് ജയിലിലായിരിക്കുന്നു? എന്തിന് ദൈവം എന്നെ അല്പസമയം ഫ്രീ ടൈം തന്നിരിക്കുന്നു? അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് എനിക്ക് ഏകാഗ്രതയോട് ദൈവസ്ഥൻ മറ്റുള്ള വിഷയത്തിൽ നിന്നെല്ലാം മാറ്റി അറേബ്യൻ മരുഭൂമി കൊണ്ടിട്ടിരിക്കുന്ന പോലെ ജയിലിൽ കൊണ്ട് എന്തിനിട്ടിരിക്കുന്നു? എനിക്ക് ബന്ധന കാരണമായി തീർന്ന മർമ്മങ്ങൾ പ്രസ്താവിക്കുവാൻ. ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമയം തരുന്ന എന്തിനാ അതേ മക്കളെ? മറ്റുള്ള പല വിഷയം. ഇന്ന് നമുക്ക് പനി വരുന്ന സമയം പോലും എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയമാണെന്നറിയാം. നല്ല പാട്ടുകൾ, അല്ലേ? സമയമില്ലല്ലോ. ഒന്ന് കർത്താവിനെ ഹൃദയംഗമായിട്ടൊന്ന് സ്തുതിക്കുവാൻ സമയമുണ്ടോ? പനിയൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമുക്ക് അതിലൊന്നും ഇടപെടാൻ കഴിയാതെ നമ്മൾ ഒറ്റയ്ക്കാക്കി വെച്ചിരിക്കുന്ന സമയം ഏറ്റവും നല്ല സമയമാണ്. നല്ല കർത്താവിന് സംസാരിക്കാനായിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുക, എനിക്ക് ബന്ധന കാരണമായി തീർന്ന ആ മർമ്മങ്ങൾ എനിക്കൊന്ന് പ്രസ്താവിക്കണം. അതിന് ദൈവം എനിക്കൊരു വാതിൽ തുറക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. ഈ മർമ്മം അറിയാത്തവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ തന്നെ അവിടെ കൊണ്ടിട്ട് പിശാചിനെ ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? ജയിലിൽ കൊണ്ട്. പിശാചൊന്നും അല്ല തന്നെ ജയിലിൽ കൊണ്ടിട്ടത്. ആരാ തന്നെ ജയിലിൽ പോകാൻ അനുവദിച്ചത്? ഈ വെളിയിലിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇഷ്ടത്തിന് സഭാവിഷയങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ, പിന്നെ കുടുംബ വിഷയങ്ങൾ എന്തായാലും പൗലോസിന് നോക്കാനില്ല. എന്നാലും തൻ്റെ കൂടെ ഒരു ടീമുണ്ട്. മറ്റുള്ള പല വിഷയങ്ങൾ എത്ര പേര് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പോകുന്നു. മർക്കോസ് കൂടെ നിന്നില്ല, അവിടെ താൻ അടുത്ത ടീമിന് കൂടെ കൊണ്ടുപോകത്തില്ല. അപ്പം ഓരോരുത്തർ തൻ്റെ മിനിസ്ട്രിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു. സഹോദരന്മാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാർ എന്നൊക്കെ താൻ വേദനിപ്പിക്കുന്ന പല വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റി അല്പസമയം ദൈവം തരുന്നുണ്ടെങ്കിൽ അതെന്തിനാ ദൈവമക്കളെ? ദൈവം ചില വെളിപ്പാടുകൾ നമ്മളോട് സംസാരിക്കുവാനായിട്ടാണ്. ആ വെളിപ്പാടുകൾ അവിടെ കർത്താവിൻ്റെ സന്ധിയിൽ ഏകാഗ്രത ഒഴിക്കണം. അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, എനിക്ക് ബന്ധന കാരണമായി തീർന്ന, ഞാനിപ്പം ജയിലിൽ കിടക്കുന്നത് ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ, എന്നോട് ചില കാര്യങ്ങൾ ദൈവം സംസാരിക്കുവാൻ. അപ്പോൾ ആ മർമ്മം പ്രസ്താവിക്കുവാൻ ഒന്ന്, വചനത്തിൻ്റെ വാതിൽ തുറന്നു തരണം. മർമ്മങ്ങൾ വെളിപ്പെട്ടു വരണം, അവസരങ്ങൾ ദൈവം തരണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ സംസാരിക്കാം. അതിനെ നല്ല പോലെ പ്രസൻറ്റ് ചെയ്യുവാനുള്ള ഒരു കൃപയും. താൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചതാ, താൻ ഒരു ഫിലോസഫറാ, പല ഭാഷകൾ അറിയാം, 2 സിറ്റിസൺഷിപ്പ് തന്നെ നമുക്കറിയാം ബൈബിളിൽ, റോമൻ സിറ്റിസൺഷിപ്പും പൗരത്വവും. ഒരു VIP ആയിരുന്ന തനിക്ക് ഒരു ടീച്ചറാണ് താൻ, അല്ലെ തന്നെ ഫിലോസഫിക്കൽ ടീച്ചറാണ്. തനിക്ക് അരോബിയൊക്കെ കുന്ന്. ഇപ്പം നമ്മളോട് കുറേ ഇതുപോലുള്ള ഫിലോസഫേഴ്സിൻ്റെ PhD എടുത്ത പ്രൊഫസേഴ്സിൻ്റെ മധ്യത്തിൽ ഒരു 10-50 പ്രൊഫസേഴ്സ് ഇരിക്കുക. നമ്മളോട് അവിടെ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കുമോ? അത് എനിക്കും പറ്റത്തില്ല. എന്തോ സംസാരിക്കാൻ? ഓരോരുത്തർ അവരോരോ സബ്ജക്റ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരോട് അതിത്രയും ആധികാരികമായിട്ട് ജ്ഞാനത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് നമ്മൾ എന്തോ സംസാരിക്കാൻ? പൗലോസ് എന്ത് ചെയ്തു? അരോബിയക്കുന്നിൽ ഇതുപോലുള്ള ജ്ഞാനികൾ ഫിലോസഫേഴ്സ് കൂടിയിരുന്നിടത്തും ഒരു കുഴപ്പവുമില്ലാതെ താനവിടെ സംസാരിച്ച ആളാണ്. അപ്പോൾ അത്രയും ജ്ഞാനം, ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്. പക്ഷെ ആ ജ്ഞാനം കൊണ്ട് കർത്താവിൻ്റെ മർമ്മം വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവസഭയോട് പറയുക, കൊലോസ്യ സഭയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, ദൈവത്തിൽ നിന്ന് മർമ്മം പ്രാപിക്കണം. രണ്ടാമത്, ആ മർമ്മം സംസാരിക്കേണ്ടത് പോലും സംസാരിക്കുവാൻ. നിങ്ങൾക്കിപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടിയോ? നിങ്ങൾക്ക് നല്ല ഒരു പ്രബോധനത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിക്കണം. കർത്താവേ, വചനം ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് സംസാരിക്കുവാനൊക്കെ എളുപ്പമാണ്. ആരെങ്കിലുടെയൊക്കെ പ്രസംഗം കോപ്പി അടിച്ച് അതുപോലെ സംസാരിക്കുവാനൊക്കെ വളരെ എളുപ്പമാണ്. ചിലരൊക്കെ ഇവിടെ കേട്ടത് അതുപോലെ അപ്പുറത്ത് പറയുവാൻ നല്ല ഓർമ്മശക്തിയൊക്കെ പ്രസൻറ്റ് ചെയ്യുവാനൊക്കെ അറിയാം. ഇതുകൊണ്ടൊന്നും ആരും വിടുതൽ പ്രാപിക്കത്തില്ല. ഇതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവ് ആരോടും സംസാരിക്കത്തില്ല. ഞാൻ പ്രാപിക്കണം. ഒരാൾ പ്രസംഗിച്ച കേട്ട ചിലപ്പോൾ ഒരു ചിന്തയായിരിക്കും, പക്ഷെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് അത് കർത്താവ് പ്രോസസ്സ് ചെയ്ത് അത് എൻ്റെ വിളിയുമായിട്ട് ചേർന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് പുതിയ ആലോചനയും ആശയങ്ങളും വെളിപ്പാടുകളും അതിൻ്റെ ആഴങ്ങൾ കർത്താവ് വെളിപ്പെട്ട് അത് വേണം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കണം. അതിനുവേണ്ടി പൗലോസും സഭയോട് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. 4-ാമത്തെ വാക്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോടെ പെരുമാറുക. 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്നിച്ചാ. അവിടെ 4-ാമത്തെ വാക്യത്തിൽ എഴുതുക, ഞാൻ അതിന് എന്തായി തീരണം? ആ വെളിപ്പാടുകൾ സംസാരിക്കുവാൻ ഞാൻ യോഗ്യനായി തീരണം. ഇല്ലേ? താൻ ആ പറയുന്നതിൽ നമുക്ക് മനസ്സിലായി, താൻ വെളിപ്പാടുകൾ സംസാരിക്കാൻ എന്തായി തീരണം? യോഗ്യനായി തീരണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വെളിപ്പാടുകൾ കിട്ടണം, ദൈവം എനിക്കുള്ള അവസരം തരണം, എന്ത് സംസാരിക്കേണ്ടത് എന്ന് കർത്താവ് പറയണം, അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കൃപ തരണം. 4-ാമത് അവിടെ എഴുതിയേക്കുന്നത്, ഞാൻ അതിന് എന്ത് ചെയ്യണം? ആ വചനത്തിൽ നമുക്ക് മനസ്സിലാവും, ഞാനതിന് യോഗ്യനായി തീരണം എന്ന് പറഞ്ഞിട്ടാണ് 5-ാമത്തെ വാക്യം. പുറത്തുള്ളവരോട്, പിന്നെയും ആ പുറത്തുള്ള ബന്ധത്തിലേക്ക് വന്നിരിക്കുക. പുറത്തുള്ള മനുഷ്യരോട് എന്ത് ചെയ്യണം? ജ്ഞാനത്തോട് പെരുമാറണം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ്, ഞാൻ പറഞ്ഞ ഒത്തിരി പേര് നമ്മളെ നോക്കുക. നമ്മളോട് ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് എന്തുവാ? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ സംസാരിക്കേണ്ടതിന്, അല്ലെ അവരെ പഠിപ്പിക്കേണ്ടതിനില്ലേ, സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുവാൻ ഞാൻ ജ്ഞാനത്തിൽ നടക്കണം. 5-ാമത്തെ വാക്യത്തിൽ നമ്മളോട് കണ്ടത് എന്തുവാ? ഞാൻ എന്ത് ചെയ്യണം? ജ്ഞാനത്തോട് പെരുമാറിയാൽ മാത്രമേ എന്നെപ്പറ്റി ദേശത്ത് ഒരു നല്ല റിപ്പോർട്ട് ലോകത്തിൽ നിന്നും കിട്ടണം, ദൈവത്തിൽ നിന്നും കിട്ടണം. ഇച്ചിരി പാടായില്ലേ? ദൈവമക്കൾക്ക്, ലോകമനുഷ്യർക്ക് ലോകത്തിൽ നിന്ന് മാത്രം കിട്ടിയാൽ മതി.
പക്ഷേ ദൈവത്തിന് പകരമായിട്ട് നിൽക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പ്രത്യേക വിളിയാൽ, സ്വർഗീയ വിളിയാൽ വിളിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിൽ നിന്നും കിട്ടണം ആ റിപ്പോർട്ട്, ദൈവത്തിൽ നിന്നും കിട്ടണം. അതിന് ഞാൻ ലോകജ്ഞാനത്തിൽ നടന്നാൽ പോരാ, ശരിക്കും ദൈവീക ജ്ഞാനത്തിൽ ഞാൻ നടക്കണം. വാക്ക് ഇൻ വിസ്ഡം. കാരണം അവിടെ എല്ലാം എഴുതിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് സംസാരിക്കുവാൻ, അത് മറ്റുള്ളവരോട് പഠിപ്പിക്കുവാൻ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ജ്ഞാനത്തിൽ ഞാൻ നടക്കണം. ദൈവം അതിനുവേണ്ടി എന്നെ സഹായിക്കണം. നമ്മൾ ആരാ? ഓരോ ദേശത്ത് നമ്മൾ ആരാന്നാ? 2 കൊരിന്ത്യർ ഒന്നെടുത്തേ. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യനും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഇവിടെ കൊലോസ്യ സഭയോട് പറയുന്ന പോലെ കൊരിന്ത്യ സഭയോടും പറയുക, ആരാണ് പത്രം? ഞങ്ങൾ ഇത്രയും നാളും നിങ്ങളെ പഠിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടത്, മറ്റുള്ള ദേശത്ത് വെളിപ്പെടുത്തുവാൻ യു ആർ ദി എപ്പിസൽ. നിങ്ങളാണ് പത്രം. നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസവും കുറച്ച് മ്യൂസിയമൊക്കെ കണ്ടപ്പോൾ ആ മ്യൂസിയത്തിലെല്ലാം എന്ത് എഴുതിയിട്ടുണ്ടെന്നറിയാം? 1800-ലും 1900-യുടെ ആരംഭത്തിലും 100-200 വർഷം മുമ്പുള്ള ഓരോ കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് ആ കാലഘട്ടത്തിൽ കുറച്ച് ചരിത്രമൊക്കെ പഠിച്ചവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ അവർ ആ താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾ അല്ലെങ്കിൽ ആ മ്യൂസിയത്തിലൊക്കെ ചെല്ലുമ്പോഴാണ് ആ കാര്യം കാണിച്ചിട്ട് അതിൻ്റെ സൈഡിലോട്ട് എന്ത് എഴുതും? ഒരു ബോർഡ് തൂക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ല ഇംഗ്ലീഷിലും അവരുടെ ഭാഷയിലും ഒക്കെ ആയിട്ട് ഒരു ബോർഡ് എഴുതി വെക്കുക. ആ ബോർഡ് എന്തുവാ കാണിക്കുന്നത്? ഇതെന്തുവാ, ഇതെങ്ങനെ, ഏത് കാലഘട്ടത്തിൽ പണിതു, ഇതെന്തിനു വേണ്ടി പണിതു, ആ സമയത്തെ സാഹചര്യം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ആ ഒരു കാലഘട്ടത്തിൽ എന്തോ സംഭവിച്ചത്. നമ്മളൊരു കാലഘട്ടത്തിൽ തന്നെ ആയിത്തീരും, ഇല്ലേ? നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റ് അല്ല അതിനെപ്പറ്റിയുള്ള അറിവ് നന്നായിട്ട് ലഭിക്കും. ഈ ദേശത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഏത് ദേശത്ത്? നമ്മളെല്ലാവരും സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും താമസിക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെ? പ്രാർത്ഥനാ ഹാളിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെയാണോ ദൈവം ആക്കിയിരിക്കുന്നത്? ഓരോ കോണറിലാണ്, കൊച്ചിയുടെ ഓരോ മൂലയ്ക്കാണ്. കോട്ടയം ജില്ലയ്ക്ക് അടുത്തല്ലേ? ഇച്ചിട്ട് പോയാൽ കോട്ടയം ജില്ല എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ പോയാൽ കോട്ടയം ജില്ല. ചിലർ വേറൊരു കുടുംബം വരുന്ന കുഴുവേലിപ്പടി, അവർക്ക് എറണാകുളത്ത് വരുന്നതിനേക്കാൾ ആലുവ പോകാനാണ് എളുപ്പം. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും എറണാകുളം ജില്ല തന്നെയാണ്. പക്ഷേ ഓരോ സ്ഥലത്ത് ഇവർ താമസിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് ആലപ്പുഴ ജില്ല എത്ര കിലോമീറ്ററാണ്? ആ ടോൾ കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ ജില്ലാ അതിർത്തിയിൽ ഒക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങറ്റം ഇങ്ങറ്റം ഒക്കെ ഈ ജില്ലയിൽ ഓരോ സ്ഥലത്ത് നമ്മളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? സ്തോത്രം. കർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട്, കർത്താവിൻ്റെ പ്രതിനിധികളായിട്ട്, പത്രമായിട്ട്. ഇവിടെ എന്തോ കൊരിന്ത്യലേഖനത്തിൽ നമ്മളിപ്പം വായിച്ച നിങ്ങളാണ് പത്രം. സ്തോത്രം. നിങ്ങളുടെ ജീവിതം കണ്ടാണ് നിങ്ങളുടെ കൂട്ടായ്മയിൽ എന്തുവാ വചനം പഠിപ്പിക്കുന്നത്, നിങ്ങളോട് പരിശുദ്ധാത്മാവ് എന്തുവാ സംസാരിക്കുന്നത്, നിങ്ങളെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ നാളുകൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതെന്നെല്ലാം നിങ്ങളോട് ഇടപെടുന്ന ജാതികൾക്കും നിങ്ങളായിരിക്കുന്ന ദേശത്തും നിങ്ങളാണ് പത്രം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡിസ്ക്രിപ്ഷൻ ബോർഡ് പോലെ. ഇപ്പോൾ പത്രമൊക്കെ വരുത്തുന്ന പോലെ നിർത്തിയ ആൾക്കാരൊക്കെ, കാരണം എല്ലാം ഇപ്പോൾ ഫോണിലൊക്കെയാണ് ന്യൂസ്. അതുകൊണ്ട് ഈ പത്രം എന്നൊക്കെ നിങ്ങളാണ് പത്രം എന്നൊക്കെ പറഞ്ഞാൽ ആ പത്രം വായിച്ചാൽ എന്ത് മനസ്സിലാവും? കംപ്ലീറ്റ് നിങ്ങളെപ്പറ്റിയുള്ള വിളി, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ, നിങ്ങൾ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തുവാ അത്? നിങ്ങൾക്കത് സന്തോഷമാണോ, അതോ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക, ഞങ്ങൾ തള്ളി നീക്കി അങ്ങ് മുൻപോട്ട് പോവുക, പ്രയാസവും കഷ്ടതയും ഒക്കെ പരീക്ഷകളൊക്കെ ഉണ്ട്, എന്നാലും പ്രൈസിലോട്ട് അതിലൊരു സന്തോഷമുണ്ടോ എന്നൊക്കെ നിങ്ങളാണ് പത്രം. എത്ര വ്യക്തമായിട്ട് എവിടെ എഴുതിയിരിക്കുന്നില്ലേ? അതുകൊണ്ട് അതിനോടൊരു ജ്ഞാന കർത്താവ് എനിക്ക് തന്നില്ല. 5-ാമത്തെ വാക്യം ഒന്നും വായിച്ചേ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനത്തോടെ പെരുമാറുക. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എഫേസ്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും എഴുതിയിരിക്കുക, സമയം കളയാനില്ല. നിങ്ങൾക്ക് വരേണ്ട മാറ്റം, നിങ്ങളുടെ പാരമ്പര്യ സ്വഭാവം, നിങ്ങൾ ആരായിരിക്കുന്നു അത് കർത്താവിനെ അറിയുകയും വേണ്ട. കർത്താവിനെ അറിയാം, പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. വിഷയം എന്തുവാ? നിങ്ങളിനി ആരാ? കർത്താവ് നിങ്ങളെ എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കോളിംഗ്, നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ പാരമ്പര്യ സ്വഭാവം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കോളിംഗ്, നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം, നിങ്ങളുടെ വിളി, ഇതിലേക്കുള്ള യാത്രയാണ് ഈ ക്രിസ്തീയ ജീവിതം, ഇല്ലേ? അല്ലേ? നിങ്ങൾ ആരായിരിക്കുന്നു, നിങ്ങൾ ആരാകണം. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടുമോ ദൈവമക്കളെ?
പകുതിയായുള്ളൂ കർത്താവ്, എനിക്ക് പകുതിയെ മാനസാന്തരപ്പെടാൻ പറ്റിയുള്ളൂ. ദൈവം എന്നെപ്പറ്റി ആഗ്രഹിച്ച ശുശ്രൂഷകൾ പകുതിയെ ചെയ്യാൻ പറ്റിയത്. ഈ പകുതി ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന സ്ഥലമാണോ സ്വർഗം, അതോ പൂർണ്ണരെ കൊണ്ടുവന്ന സ്ഥലമാണോ? മണവാട്ടി പകുതി വെന്തതാണോ? നമ്മളാരും ഇപ്പോൾ പൂർണ്ണരല്ല, പക്ഷെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ്. അതിനൊത്തിരി സമയം കളയാനില്ല. ചിലർ വിചാരിക്കും ഈ ചെറുപ്പം, ഈ പ്രായം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്, ഈ ഓട്ടം എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നോക്കാം. നോ, അതിന് സമയമില്ല. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എഴുതിയിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കളയാൻ സമയമില്ല. ദൈവത്തിനു വേണ്ടി ഒത്തിരി ചെയ്യാനായിട്ടുണ്ട്. കളയാൻ എന്തില്ല? ഒരു ദിവസം പോലും പാഴാക്കി കളയുവാൻ പരിശുദ്ധാത്മാവ് എന്ന് വീണ്ടും പകൽക്കാലം ഓർപ്പിക്കുക. സമയം കളയാനില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലി, നിങ്ങൾ എന്ത് സംസാരിക്കണം, ഇല്ലേ, നിങ്ങൾ എന്ത് മറ്റുള്ളവരെ പഠിപ്പിക്കണം, കർത്താവിൻ്റെ പത്രമായെന്ന് മറന്നു പോകല്ല. 6-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട്. യെസ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ആദ്യത്തെ കാര്യം, നിങ്ങൾ എന്ത് ഓരോരുത്തരോട് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വീട്ടിൽ ഇരുന്നുള്ള പരിപാടിയല്ല. പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോമും വർഷിപ്പ് ഫ്രം ഹോമും പദ്ധതിയല്ല. ഇത് മറ്റുള്ളവരെ ചെന്ന് കണ്ട് സംസാരിച്ച് നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് അവരെ കർത്താവിലേക്ക് അടുപ്പിക്കേണ്ട ഒരു പദ്ധതിയാണ് ദൈവിക പദ്ധതി. അത് മറ്റുള്ള കമ്പനിയുടെ വർക്കൊക്കെ വർക്ക് ഫ്രം ഹോം നടക്കും. ഇത് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആ കാര്യം നമുക്കിവിടെ ഗവൺമെൻറ് അനുവാദം തന്നിട്ടുണ്ട് പോയി ആരാധിക്കാൻ. ഇനി വല്ല ചൈനയിലോ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും ആണെങ്കിൽ അത് അവരങ്ങനെ ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ പോലും രഹസ്യമായിട്ട് അവർ പോയി ആരാധിക്കുന്നുണ്ട്. ചൈനയിലും ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒക്കെ രഹസ്യമായിട്ട് പോയി തന്നെ ഇരുന്ന് ആരാധിക്കുന്നു. അപ്പം ഇത് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ചെന്ന് സംസാരിക്കണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് സംസാരിക്കണം, എന്താണ് അവരോട് പറയേണ്ടത് നിങ്ങൾ അറിയണം. രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ എന്ത് ചെയ്യണം? ഉപ്പിനാൽ രുചി കൃപയോടുകൂടി രുചി വരുത്തിയതായിരിക്കട്ടെ എന്ന് വളരെ വ്യക്തമായിട്ട്. നമ്മുടെ സാക്ഷ്യം അത് വലിയൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ, ഒന്ന് ദേശത്തിലൊരു ഗുഡ് റിപ്പോർട്ട്, ആ രീതിയിലുള്ള സാക്ഷ്യം. രണ്ടാമത് നമ്മുടെ വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുവാ? നമ്മുടെ സാക്ഷ്യം പറയുക, അനുഭവസ്ഥർ പറയുക. ഞാനിങ്ങനായിരുന്നു, ദൈവം എന്നെ ഇങ്ങനെ ആക്കി, എൻ്റെ കയ്യിലിരിപ്പ് ഇതായിരുന്നു, കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തി പണിത് കർത്താവിന് പ്രയോജനമുള്ള ഒരു നല്ല, ലോകത്തിൻ്റെ ഭാഷ പറഞ്ഞ കുഞ്ഞാടാക്കി തീർത്തു. കുറുക്കനായിരുന്ന, ചെന്നായി ആയിരുന്ന, ക്രുക്കഡായിരുന്ന, വിളച്ചിലുകാരനായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം ആരാക്കി തീർത്തു? യേശുവിനെ പോലുള്ള അതേ ഭാവവും അതേ സ്വഭാവവും ആ ജ്ഞാനവും ഒക്കെ നിറച്ച് കർത്താവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ. അപ്പോൾ നമ്മളത് പറയണം. അങ്ങനെയല്ല 6-ാമത്തെ വാക്യത്തിൽ, 6-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്തുവാ? ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെന്നോട് ചോദിക്കുമ്പോൾ 2 കാര്യം എനിക്ക് പറയാം. ഈ വിടുതലിൻ്റെ സാക്ഷ്യം, ജയത്തിൻ്റെ സാക്ഷ്യം എന്നൊക്കെ പഴയ കാലത്ത് ദൈവദാസന്മാർ, ദൈവമക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ വിടുതൽ ലഭിച്ചവർക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? വിടുതലിൻ്റെ സാക്ഷ്യം. അല്ലാത്തവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഈ സാക്ഷ്യം പറ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം എൻ്റെ പാരമ്പര്യ സ്വഭാവത്തിൽ നിന്നൊരു വിടുതലും സാത്താൻ്റെ തന്ത്രത്തിന്മേൽ എനിക്കൊരു ജയവും തന്നെങ്കിൽ, അതാ കഴിഞ്ഞ നാളുകളൊക്കെ അപ്പച്ചന്മാർ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന്, ഞങ്ങളുടെ സഭയിലും ഉണ്ടായിരുന്നു, പഴയ സഭയിലും ഒരു അപ്പച്ചനുണ്ടായിരുന്നു, തോമാച്ചൻ അപ്പച്ചൻ്റെ. അങ്ങോട്ട് വളരെ നീളം കുറവ് ചെറിയ മനുഷ്യനാണ്. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ ഇരുന്ന് ആ വലിയൊരു ഹോളുമാണ്. ആ ഹോള് മുഴക്കെ പുള്ളി അവിടെ കിടന്ന് 3 ഹല്ലേലൂയ പറയും. ചെറിയ പ്രായത്തോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ കുഞ്ഞിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പുള്ളിക്ക് വിടുതലുണ്ട്, പുള്ളിയുടെ സന്തോഷമാണ് പുള്ളി എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവസന്നിധിയിലുണ്ട്. സ്തോത്രം. ആ ഹല്ലേലൂയ എന്തുവാ? എൻ്റെ യഹോവയ്ക്ക് സ്തുതി, എനിക്ക് ജയം തന്നതിനായി സ്തോത്രം, എനിക്ക് വിടുതൽ തന്നതിന്. അപ്പം നമുക്ക് ഈ സാക്ഷ്യം പറയാനുള്ളത് ഈ അവസാനം പ്രാർത്ഥന വിഷയം മാത്രമായി പോവുക. ജയം ലഭിച്ചവരെന്ത് ചെയ്യും? ജയത്തിൻ്റെ ഘോഷം പാടും. അങ്ങനെയല്ലേ? മെറിയാമും കൂട്ടരും ഒക്കെ തപ്പെടുത്ത് സ്തുതിച്ച എന്തുകൊണ്ടാണ്? ആ ഫറവോനും സൈന്യവും കൊല്ലാൻ, ചതിക്കുവാൻ, ഇല്ലാതാക്കും. നിങ്ങൾ പോയി ആരാധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞ ഒരു ചതിപ്പരിപാടിയല്ലേ കാണിച്ചത്? ഓടി വന്നിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ ആയുധവുമായിട്ടും ചാരിയോട്ടും ഇതുമൊക്കെ ആയിട്ട്, കുതിരയുമൊക്കെ ആയിട്ട് പടയാളികൾ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒരു ചതി അവിടെ ഫറവോൻ കാണിച്ച.
ആ ഫറവോൻ്റെ ചതിയിൽ നിന്നും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വലിയ മഹാസമുദ്രം അല്ലെങ്കിൽ ആ വലിയ ചെങ്കടൽ, രണ്ട് വലിയ ഭൂഖണ്ഡത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ആഴമുള്ള സമുദ്രം, കർത്താവ് അവിടെ മതിൽ പോലെ കടലിനെ നിർത്തി ഉണങ്ങിയ നിലത്തോട് നടത്തി അപ്പുറം തന്ന് ജയം തന്ന് ജയത്തിൻ്റെ സാക്ഷ്യമാണ്. അത് ദാവീദും ഒക്കെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു. എന്തുവാ ജയം ലഭിച്ചവർക്കും അല്ലാത്തവർക്ക് കുറേ ശബ്ദം ഉണ്ടാക്കാം. ഓളിയും കൂട്ടി വെച്ച ശബ്ദം കിട്ടുന്നേ. കുറച്ച് ചിലയിടത്തൊക്കെ എന്തുവാ ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാട്ടും നമ്മുടെ ആരാധനയും നമ്മുടെ സാക്ഷ്യവും സാക്ഷ്യം, നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ, നിങ്ങൾ പ്രബോധനങ്ങൾ പറയുമ്പോൾ, നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വിടുതലിൻ്റെ ആഴ്ചയായിരുന്നെങ്കിൽ വിടുതൽ എന്ന് പറയുമ്പോൾ എന്തുവാ അതുപോലും അതിൻ്റെ അർത്ഥം പോലും ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സാത്താൻ്റെ അങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാരെ എന്നെ കൊണ്ടുവന്നത്, ദൈവദാസന്മാരെ കൊണ്ടുവന്നത്. ഈ നന്മയൊന്നും അല്ല ദൈവമക്കളെ വിടുതൽ. സാത്താൻ നിങ്ങളെ കൃപയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ക്ഷീണിപ്പിച്ച് കളയുവാൻ, നിങ്ങളുടെ വിളിയിൽ നിന്ന് നിങ്ങൾ അവിശ്വസ്തരാക്കി തീർക്കുവാൻ കൊണ്ടുവന്ന ഓരോ പദ്ധതിയിലും ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് മുന്നമേ ദൈവം ആലോചന തന്നു, മോനെ നീ അതിനകത്ത് ചെന്ന് നീ അതിനകത്ത് ഇടപെടണ്ട, നീ വായടച്ച് വെക്ക, നീ അതിനകത്ത് ഇടപെടണ്ട എന്ന ആലോചന തന്ന് പരിശുദ്ധാത്മാവ് എന്നെ അതിൽ നിന്ന് വിട്ടു നിർത്തി. സാത്താൻ ലജ്ജിച്ചു പോയി, ചമ്മിപ്പോയി. വിടുതൽ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ യുദ്ധത്തിനും സാത്താൻ്റെ വിടുതൽ കിട്ടിയവർക്കും വിടുതലിൻ്റെ സാക്ഷ്യം, ജയത്തിൻ്റെ സാക്ഷ്യം. ഇനി അങ്ങനെ തന്നെ അനൗൺസ് ചെയ്യാൻ പോവാം. വിടുതലിൻ്റെ സാക്ഷ്യം ലഭിച്ചവർ, ജയത്തിൻ്റെ സാക്ഷ്യം ലഭിച്ചവർ എഴുന്നേറ്റെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേക്കാൻ പറ്റൂ, പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അത് മാത്രമേ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഇവിടെ എഴുതിയേക്കുന്ന മറ്റുള്ളവരോട് നിങ്ങൾ എന്തു പറയണം എന്ന് അറിയേണ്ടതിന്. ഒന്ന്. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ എങ്ങനെയായി തീരണം? കൃപയോടുകൂടിയതും. ഓരോരുത്തർ അവർ സംസാരിക്കുമ്പോൾ അവരോട് എന്തു പറയണം എന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുക കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തിയത്. സ്തോത്രം. നമ്മൾ ഏതൊരു കാര്യം, അതിന് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും മുട്ടയാണെങ്കിൽ പോലും നിങ്ങൾ ഉപ്പില്ലാതെ കഴിച്ചു നോക്ക്. ഇറച്ചിയും മീനും ഒന്നും ഉപ്പില്ലാതെ, അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്, ഞാനും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ഉപ്പില്ലാതെ ഒന്ന് കഴിച്ചു നോക്ക്, നിങ്ങളധികം കഴിക്കത്തില്ല. പക്ഷെ ഉപ്പ് ചെല്ലുമ്പോഴോ നിങ്ങളറിയാതെ ഒത്തിരി കഴിച്ചു പോകും. അതിന് രുചിയുണ്ട്, അത് വീണ്ടും കഴിക്കാൻ തോന്നും. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതാണെങ്കിൽ, കൃപയോടുകൂടിയാണെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അത് വീണ്ടും കേൾക്കാൻ എന്തു ചെയ്യും? തോന്നും. നിങ്ങളോട് റിലേഷൻഷിപ്പ്, നിങ്ങളോട് വീണ്ടും ആ സ്നേഹബന്ധം തുടരാൻ അവർക്ക് എന്തു ചെയ്യും? തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തീയ ജീവിതം വീട്ടിൽ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാ, സംസാരിക്കേണ്ടതാ. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് റിലേഷൻഷിപ്സ്. കർത്താവ് എത്ര നടന്നു? യെരൂശലേമിൽ നിന്ന് ശമരിയയിൽക്കൂടെ അപ്പുറം ചെന്നു. ഗലീലയിലും യഹൂദിയെ മുഴുവൻ നടന്നു, ശമരിയയിലും നടന്നു. ശമരിയക്കാരോട് ഇസ്രായേൽ മക്കൾ സംസാരിക്കത്തില്ല, പാപികളാന്ന് പറഞ്ഞ് അവരോടും കർത്താവ് സംസാരിച്ചു, അവരോടും സുവിശേഷം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം ഞാൻ എന്ത് ചെയ്തു? എന്ത് സന്തോഷമായിരുന്നേ. മറ്റുള്ളവരോട് സുവിശേഷം പറയാത്ത മുസ്ലിംസിനോടാണെങ്കിലും, ശമരിയക്കാർ വേണം ഇന്നത്തെ മുസ്ലിംസ് ആയിട്ട് എടുത്തോ, പെന്തിക്കോസുകാർ ബാക്കിയുള്ളവരോടൊക്കെ സുവിശേഷം പറഞ്ഞാൽ ആരോട് പറയത്തില്ല? അവരെന്തോ ലവ് ജിഹാദും തീവ്രവാദി, എത്ര ദൈവദാസന്മാരുണ്ടെന്നറിയാം. ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു സഹോദരൻ ഇപ്പം അയർലൻഡിലുണ്ട്. ആ അയർലൻഡിൽ ആ സഹോദരൻ ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ, ആത്മീയ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, പുള്ളി ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് എന്തുകൊണ്ട് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തോടൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടുത്തെ കൂട്ടായ്മ, എങ്ങനെയുണ്ട്? എല്ലാ ആഴ്ചയും പാസ്റ്റർ ഈ അവിടെ ഒത്തിരി UK യിലും അയർലൻഡിലും ഒക്കെ ഇപ്പം മുസ്ലിംസ് ഭയങ്കരമായിട്ട് കൂടുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ പബ്ലിക്കായിട്ട് പരസ്യങ്ങൾ നടത്തുകയും ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുക. എന്നും പാസ്റ്ററിൻ്റെ പ്രസംഗം ഇതിൻ്റെ എതിരെയാണ്, മുസ്ലിംസിനോടുള്ള ദേഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പുള്ളി എവിടുന്ന് പോയത്, എവിടുന്ന് വചനം പഠിച്ചു? ഇവിടെ അനിൽക്കൂടത്തോട്ടത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചുമ്മാ അതല്ല, പുള്ളി ഒന്നും ഡിബേറ്റ് ചെയ്ത് മുസ്ലിംസിനോട് ഡിബേറ്റ് ചെയ്ത് അടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. ആ പുള്ളിയുടെ കൂടെ ഉള്ളൊരു ദൈവദാസനാണ് ഇപ്പോൾ അവിടുത്തെ ദൈവദാസൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഡിബേറ്റ് ചെയ്യാനൊന്നും അല്ല, എൻ്റെ കർത്താവാണ് നല്ലത്, എൻ്റെ ബൈബിളാണ് നല്ലതെന്ന് ഡിബേറ്റ് ചെയ്യാനൊന്നും അല്ല, കൃപയോടുകൂടി. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കും, നിങ്ങൾ എന്തവരോട് പറയണമെന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അത് പറയുമ്പോൾ അത് എല്ലാവരോടും പറയണം, കൃപയോടുകൂടി പറയണം, ഉപ്പിനാൽ രുചി വരുത്തുന്ന രീതിയിൽ. അപ്പോഴവരെന്ത് ചെയ്യും? കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുമില്ലേ? സങ്കീർത്തനത്തിൽ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 19:14 വായിച്ചാൽ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തെ
നിനക്ക് അങ്ങേക്ക് എന്ത് ചെയ്യട്ടെ ദൈവമേ അങ്ങേക്ക് എൻ്റെ വായിലെ വാക്കുകൾ അതെവിടുന്നാണ് വരുന്നത്? ആദ്യം വായിലല്ല വരുന്നത്, ഹൃദയത്തിലെ ധ്യാനമാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം എന്താകട്ടെ. പല ദൈവമക്കളുടെ പോലും ഹൃദയത്തിലെ ധ്യാനം എനിക്ക് കുറേ പണമുണ്ടാകണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ, എൻ്റെ ഭാവി, ലക്ഷറി, സുഖജീവിതം, ഇങ്ങനെയുള്ള പല പദ്ധതിയാകുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്തുവെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഈ കല്യാണത്തിന് വിവാഹത്തിനൊക്കെ ദൈവദാസന്മാർ വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, 45-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? എൻ്റെ ഹൃദയം ശുഭവചനത്താൽ, എൻ്റെ കൃതി, എൻ്റെ നാവ് സമർത്ഥനായ ഒരു ലേഖകൻ്റെ എഴുത്തുകോല് പോലെ. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്ന മൈ ടങ് ഈസ് ലൈക്ക് എ പെൻ ഓഫ് എ റെഡി റൈറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 45-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എപ്പോഴും നമ്മൾ വിവാഹത്തിനൊക്കെ ദൈവദാസന്മാർ, എൻ്റെ ഹൃദയം എന്ത് ചെയ്യട്ടെ കർത്താവിനെ അശുഭവചനത്താൽ, എൻ്റെ നാവും എൻ്റെ ഹൃദയവും എല്ലാം ദൈവത്തെ പറ്റിയുള്ള കൃതി അതെഴുതുന്ന എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോൽ പേന പോലായിത്തീരട്ടെ. അപ്പം എനിക്ക് ഹൃദയം നിറഞ്ഞ് കർത്താവിൻ്റെ സൗന്ദര്യവും കർത്താവിൻ്റെ മനോഹരതയും കർത്താവിൻ്റെ മഹത്വവും വർണ്ണിപ്പാനാണ് എനിക്ക് യേശുവിനോടുള്ള സ്നേഹവും ദൈവവും ദൈവവേലയോടുള്ള ഇൻട്രസ്റ്റും. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കർത്താവ് അങ്ങയുടെ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ എന്നെയും ഒരു വേലക്കാരനായിട്ട് ഉപയോഗിക്കണേ എന്നുള്ള കർത്താവിനോടുള്ള അഗാധ സ്നേഹബന്ധം. അങ്ങനെയുള്ളവരാണ് മണവാട്ടിയായി തീരുന്നത് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് കാഹൾ ഊതുമ്പോൾ ആരും മണവാട്ടിയായി തീരത്തില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മണവാളനോടുള്ള കർത്താവിനെ പറ്റിയുള്ള കൃതി എന്നൊക്കെ എഴുതുമ്പോൾ നമുക്കറിയത്തില്ല, വർണ്ണിക്കുക. അത് ആയിരിക്കട്ടെ എൻ്റെ ഹൃദയത്തിൽ. അത് ഹൃദയത്തിലാകുമ്പോഴാണ് ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച പോലെ എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഒക്കെ കർത്താവിന് പ്രസാദമായി തീരും. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം എന്തുവാന്ന് വെച്ചാൽ അതായിരിക്കും നിങ്ങളുടെ വാ പ്രസ്താവിക്കുന്നത്. ഓർത്തോണം. സഭയിൽ ചിലപ്പം പ്രബോധനം പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവിക്കുമായിരിക്കും. അതല്ല, അല്ലാത്ത സമയത്തും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാ പ്രസ്താവിക്കുന്നത്. മലാക്കി 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി. നമ്മൾ ഈ സംസാരിക്കുന്നത് മുഴുവനും സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ചില പ്രശ്നമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ലോകത്തിൽ പലതും സംസാരിക്കും, വായി തോന്നിയതൊക്കെ പറയും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്ത് ചിലർ പറയും ഞാനൊന്നും ഹൃദയത്തിൽ വെക്കുന്നില്ല, ഞാനങ്ങ് മറന്നു, ഞാൻ പറഞ്ഞു, ഞാൻ മറന്നു. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, തൻ്റെ ഭക്തന്മാർ സംസാരിക്കുന്നെല്ലാം സ്വർഗത്തിൽ അതിനൊരു പുസ്തകമുണ്ട്, അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇച്ചിരി പേടിക്കേണ്ട ഒരു വിഷയം കേട്ടോ. ഞാൻ ഇന്നലെ ഈ ഭാഗമൊക്കെ ഒന്ന് വായിച്ചപ്പോൾ ഇച്ചിരി പേടിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്തന്മാർ സംസാരിക്കുന്നെല്ലാം സ്വർഗത്തിൽ ഒരു പ്രത്യേക പുസ്തകമുണ്ട്, ഈ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനുള്ളൊരു പുസ്തകം. ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന കർത്താവ് ശ്രദ്ധയോടുകൂടി കേട്ടു. സ്വർഗത്തിൽ അതിനൊരു പുസ്തകമുണ്ട്, അതവിടെ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തെഴുതി. അതുകൊണ്ട് ഇച്ചിരി ഭയപ്പെടണേ. മത്തായി സുവിശേഷത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ഓരോ നിസാര വാക്കിന് പോലും ന്യായവിധൂസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഈ വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ഓരോരുത്തരോട് ഇല്ലേ എന്ത് സംസാരിക്കണമെന്ന്, എങ്ങനെ ഉത്തരം പറയണം, എന്ത് സംസാരിക്കണം. നമ്മൾ മേളിലെല്ലാം വായിച്ചില്ലേ? നിങ്ങളുടെ വാക്ക് എങ്ങനെ ആയി തീരട്ടെ? ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടി. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കറിയാമല്ലോ. 4:29 വായിച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എഫേസ്യ സഭയാണെങ്കിലും കൊലോസ്യ സഭയാണെങ്കിലും കൊച്ചിയിലെ സഭയാണെങ്കിലും കർത്താവിന് ഒരു കാര്യമേ പറയാനുള്ളൂ, കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യട്ടെ? കൃപ ലഭിക്കട്ടെ. ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, ആത്മീയ വർധനയ്ക്കായത് മാത്രം പറ. നല്ല വാക്ക് കേൾക്കുന്നവർക്ക് എന്ത് പ്രാപിക്കണം? കൃപ പ്രാപിക്കണം. മനസ്സിലായോ? അല്ലാത്തത് സംസാരിക്കണ്ട. ആവശ്യമില്ലാതെ സംസാരിച്ചാൽ മലാക്കി നമ്മൾ വായിച്ചില്ലേ, യഹോവയ്ക്കൊരു പുസ്തകമുണ്ട്, ഭക്തന്മാർ നമ്മൾ ഭക്തന്മാരാണല്ലോ, ജാതികളല്ലല്ലോ, പാപികളല്ലല്ലോ. ഭക്തന്മാർ ദൈവത്തെ ഭയപ്പെടുന്നവർ സംസാരിക്കുന്നത് കർത്താവിനൊരു പുസ്തകമുണ്ട്, അതവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും, അവിടെ എഴുതി വെക്കും. ഈ എഴുതി വെക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ മറന്നു. എഴുതി വെച്ചതൊക്കെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ, അതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ
പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ കർത്താവേ അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ എന്ത് ചെയ്യണം? പരിശുദ്ധമായ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം പ്രാപിച്ചോണം. അതൊക്കെ ഏറ്റു പറഞ്ഞോണം. ഏറ്റു പറയുന്നത് മാത്രമേ ക്ഷമിക്കപ്പെടത്തുള്ളൂ എന്ന് വചനം വ്യക്തമായി പറഞ്ഞു. ഏറ്റു പറഞ്ഞത് ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് വിചാരിച്ച് പിന്നെയും തോന്നിയ പറഞ്ഞിട്ട് പിന്നെയും ക്ഷമ ചോദിക്കുക, പിന്നെയും തോന്നിയ പറഞ്ഞിട്ട് അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ ഒരു കൃപ പ്രാപിച്ചോണം. നമ്മൾ കൃപ പ്രാപിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ എന്നോട് സംസാരിക്കുന്ന ഒരാൾക്ക് എനിക്ക് അങ്ങോട്ട് സന്തോഷം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൃപ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതവും സന്തോഷത്തിൽ ദൈവം എനിക്ക് എന്ത് തന്നോ അതിലൊരു സംതൃപ്തിയുള്ളൊരു ജീവിതമാണെങ്കിൽ മാത്രമേ നിങ്ങളോടും എനിക്കെന്ത് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെ, എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നവരോട് ഏത് സമയത്ത് വന്നാൽ അവർക്ക് അങ്ങോട്ട് കൃപ പകരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം എൻ്റെ ജീവിതത്തിലൊരു സന്തുഷ്ടമായ ഒരു ജീവിതം ഇല്ലേ, സാറ്റിസ്ഫൈഡ്. കർത്താവിനെ എങ്ങനെ നടത്തുന്നു അതിലൊരു സന്തോഷമുള്ള താങ്ക്സ് ഗിവിങ്. കർത്താവെ നന്ദി, കർത്താവ് നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം കവിയുമ്പോൾ, എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൻ്റെ, എൻ്റെ മണവാളനെ പറ്റിയുള്ള ആ മനോഹരത വർണ്ണിച്ചിരിക്കുമ്പോൾ ആരെന്നോട് സംസാരിച്ചാലും ഞാൻ എന്തുമായിരിക്കും പ്രസൻറ്റ് ചെയ്തത്? കൃപയോടുകൂടി. മറ്റൊന്നും സംസാരിക്കണ്ട. മറ്റെന്തെങ്കിലും സംസാരിച്ചാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ട്. മത്തായി സുവിശേഷത്തിൽ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ ന്യായവിധി ദിവസത്തിൽ നീ എന്ത് ചെയ്യണം? ഓരോ നിസ്സാര വാക്കിനും കണക്ക് പറയണം. അതുകൊണ്ട് ആ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ ശലോമോനും ഒക്കെ ഓർപ്പിക്കുന്നത് നീ സംസാരിക്കുന്നത് കുറച്ച് സംസാരിച്ചാൽ മതി. അപ്പം ഒരാൾ രൂപാന്തരം പ്രാപിച്ചാൽ ആദ്യം പറഞ്ഞ് ഈ നാവ് വലിയ പ്രശ്നമാണെന്ന് ബൈബിളിൻ്റെ അകത്ത് എത്ര സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒരു വനം അല്ലെങ്കിൽ ഒരു കാട് മുഴുവൻ കത്തിക്കാനുള്ള തീ പോലാണ് ഈ നാവ്. അതുകൊണ്ട് നാവ് എന്ത് ചെയ്യണം? ഈ നാവ് കൊണ്ടല്ലേ നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞു ശുദ്ധീകരണത്തോടെ. ഒരു മനോഹരമായിട്ടൊരു വാക്ക് ഇന്നലെ ഞാൻ വായിച്ചു, സദൃശവാക്യത്തിൽ നിന്ന് വീണ്ടും അത് വായിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയാണോ ഞാൻ ആയിത്തീരുന്നതെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തു. വായിച്ചാട്ട് പ്രോവബ്സ് 16:24 സദൃശവാക്യം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഇമ്പമുള്ള വാക്ക് തേൻ കട്ട പോലാകുന്നു, മനസ്സിന് അതെന്തുവാ? മധുരവും, അസ്ഥികൾക്ക് ഔഷധം. നിങ്ങൾ ശരിക്കും തേൻകട്ട ഒത്തിരി കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് 14 കൂട് തേനീച്ച ഉണ്ടായിരുന്നു. അത് അടുത്ത 6 മാസം കഴിയുമ്പോൾ 28 ആകേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ശുശ്രൂഷയല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടും സമയത്തിലൊന്നും അവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ തേനീച്ചകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കോളനി ഒത്തിരി ശ്രദ്ധിക്കണം, ഒത്തിരി സൂക്ഷിക്കണം. പാറ്റയും ചിലന്തിയൊക്കെ അടുത്ത് കയറി അതിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ നമ്മൾ കരിയോലൊക്കെ തേച്ചിട്ടാണ് പോകുന്നത് ചോട്ടിൽ, എന്നാലും അതിൻ്റെ അകത്ത് ഉറുമ്പൊക്കെ കയറും. തേന് ഭയങ്കര മണമല്ലേ, അത് നമുക്കറിയത്തില്ലെങ്കിലും ഈ പ്രാണികൾക്ക് അട്ടയ്ക്ക് വരെ അറിയാം. അട്ട വരെ വലിഞ്ഞ് ആ കമ്പയിൽ കൂടി കയറാൻ നോക്കും. കാണുന്നൊക്കെ കയറിയ ഡിസ്റ്റർബ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഈ തേൻ എടുത്തിട്ട് തേൻകട്ട ലാസ്റ്റിലേ എടുക്കത്തുള്ളൂ. തേൻ്റെ സീസൺ മുഴുവനും നമുക്കിവിടെ റബ്ബറിൽ നിന്നും തെങ്ങിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഡിസംബർ തൊട്ട് ഏപ്രിൽ പകുതി വരെ 15 വരെ നമുക്ക് കിട്ടും. വീക്കാവും. ഡിസംബർ 15 തൊട്ട് തുടങ്ങും. ആ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന മാസങ്ങൾ ഒരാഴ്ച എല്ലാ ആഴ്ചയും തേൻ എടുക്കും. നിറച്ച് തേൻ കിട്ടും. അതിൻ്റെ എക്സ്പെല്ലർ കറക്കുന്ന മെഷീനുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആ ഓരോ ഹണി കോമ്പിൻ്റെ ട്രേ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളപ്പം ഹണി കോമ്പ് ഡിസ്റ്റർബ് ചെയ്യത്തില്ല, തേൻകട്ട ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാര്യം ഇത് വീണ്ടും നിറയ്ക്കേണ്ടതാണ്. ഈ സീസൺ കഴിയുമ്പോൾ നമ്മളൊരു പരിപാടി ചെയ്യും, അത് മുറിച്ചിങ്ങെടുക്കും. മുറിച്ചെടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ടയാക്കി നമ്മൾ കുപ്പിയിലാക്കി വെക്കും. അത് തേൻ ഫറോൻ്റെ അല്ലെങ്കിൽ ആ ഈജിപ്തിലെ ടോമിൻ്റെ തേൻ 2000 അല്ലെ 5000 വർഷം പഴക്കമുള്ള തേൻ ഈ കഴിഞ്ഞിടയ്ക്കും ആൾക്കാരൊക്കെ കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് ഔഷധമാണ് തേൻ. 5000-6000 വർഷം ഇരിക്കുന്ന സാധനമാണ് തേൻ. ശരിക്കും അതിൻ്റെ പുളിപ്പ് മാറ്റി അത് വെക്കുവാണെങ്കിൽ. അപ്പം അങ്ങനെ അത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഈ തേൻകട്ട ഞങ്ങളുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഗസ്റ്റ് വരും. കഴിഞ്ഞ ഇടയ്ക്ക് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വന്ന് ഞങ്ങളുടെ ഒരു കുടുംബം. അപ്പോൾ നമ്മൾ ഈ തേൻകട്ട ആളുകളായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന അവർ ഈ തേൻകട്ട എല്ലാം കൂടെ അവർ തേൻ്റെ നാട്ടിൽ നിന്ന് രാജ്യത്തു നിന്നാണ് വന്നത്. പക്ഷേ ഈ തേൻകട്ട ഇങ്ങനെ കൊണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവരും മക്കളും എല്ലാം കൂടെ കൂട്ടി എല്ലാം വായിലോട്ടൊക്കെ ഇട്ട് നമുക്ക് വല്ലതും പറയാനും പറ്റുമോ? ആ ഒരു നല്ല സെക്ഷൻ തേൻകട്ട തീർത്തിട്ട് അങ്ങ് പോയി. തേൻകട്ട അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാം, നമ്മുടെ കണ്ണടഞ്ഞു പോകും. യോനാഥാൻ പറഞ്ഞിട്ടില്ലേ, ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല, എത്ര ക്ഷീണിതനായിട്ടിരുന്നു, പക്ഷേ ആ തേൻകട്ട അങ്ങോട്ട് കഴിച്ചപ്പോൾ ക്ഷീണമെല്ലാം മാറി. സ്വതന്ത്രം ബൈബിളിൻ്റെ അകത്ത് എത്ര സ്ഥലത്താണ് തേനേക്കാളും തേൻകട്ടയേക്കാളും. തേൻ പോലല്ല തേൻകട്ട. തേൻകട്ട അങ്ങോട്ട് ചവയ്ക്കുമ്പോൾ ആ ഓരോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എല്ലാം തുറക്കും. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ സ്വർഗത്തിൽ പോകുന്ന പോലെന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ, ഈ ഡ്രഗൊക്കെ അടിച്ചിട്ട് ആൾക്കാർ പറയുമല്ലോ, അതിനേക്കാളൊക്കെ ഒരു ഫീലിംഗ് ആണ് തേൻകട്ട. അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വാക്ക് ഇമ്പമുള്ളതായി തീരട്ടെ. ഇമ്പമുള്ള വാക്ക് അതെങ്ങനെയാണ്? തേൻകട്ടയെ പോലെ. പിന്നെ മനസ്സിന്
നമ്മൾ ആരോട് സംസാരിക്കും അവരുടെ ഹൃദയത്തിന് സ്വീറ്റ്നെസ് ടു യുവർ സോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിന് മധുരവും ആണോ ദൈവമക്കളെ? ഇത് അസ്ഥികൾക്ക് വരും പെനട്രേറ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വെറുതെ എഴുതുമോ? എഴുതിയതല്ല, ഇച്ചിരി കൊഴുപ്പിന് ഒരു ഒഴുക്കിന് അങ്ങനെ എഴുതി വെച്ചതാണോ? ആണോ? വചനം സത്യമാണ്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ജീവൻ്റെ വചനമാണ്. സത്യം മാത്രമേ റെക്കോർഡ്. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ വചനം, ഇമ്പമുള്ള വചനം, അത് തേൻകട്ടേക്കാൾ മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും. അസ്ഥികൾക്ക് ഔഷധം, സൗഖ്യം. ശരീരത്തിനും മനസ്സിനും അസ്ഥികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്നതിന് അവിടെ വരെ പെനട്രേറ്റ് ചെയ്ത് തരും. ഒരാളുടെ ക്ഷീണം, ഒരാളുടെ ദുഃഖം, ഒരാളുടെ കൺഫ്യൂഷൻ, ഒരാളുടെ നിരാശ, ഒരാളുടെ പ്രൈസ് ലോർഡ് എന്തവസ്ഥയാണെങ്കിലും എന്ത് ബന്ധനമാണെങ്കിലും അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവരും നിനക്ക് എവിടെ നിന്നാണ് ഈ മധുരം കിട്ടിയത് എന്ന് ചോദിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിലേക്ക് വരുവാൻ ഇടയായിത്തീരും. സ്തോത്രം കേട്ടോ. ഇമ്പമുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഈ വരുന്ന ആഴ്ച എന്തുമാത്രം വന്നാൽ മതി? വലിയ പാടായില്ലേ? ഈ വാന്ന് പറഞ്ഞ് കടകടകടകടാന്ന് പറഞ്ഞ് നമ്മളോട് പോലും ചോദിക്കാതെ വായിൽ നിന്ന് വാക്കുകൾ ചാടി വരും. ഇമ്പമുള്ള വാക്കുകൾ പറഞ്ഞാൽ മതി. നമുക്ക് കർത്താവിൻ്റെ മേശമുണ്ടല്ലോ, തീരുമാനമെടുക്കാം. ഇതല്ലാത്ത വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടി ഒരു തീരുമാനത്തോടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊടുക്കാം. ദൈവം ഞങ്ങളെ സഹായിക്കും.